നമസ്കാരം. എല്ലാവർക്കും മാതൃകയാവേണ്ടവരാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ. കുറ്റവാളികളോട് അവരുടെ കുറ്റങ്ങൾ വിളിച്ചു പറയുമ്പോൾ തങ്ങൾ അതേ കുറ്റം ചെയ്തിട്ടാണ് ആ കുറ്റവാളികളോട് ഇങ്ങനെ പറയുന്നത് എങ്കിൽ പോലീസും കുറ്റവാളികളും തമ്മിൽ എന്താണ് വ്യത്യാസം? നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും വിവാദമുണ്ടാക്കിയ ഒരു സംഭവമാണ് സരിത നായർ കേസ്. ഉമ്മൻചാണ്ടി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരിൽ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച വ്യക്തിയായിരുന്നു സരിത നായർ. സരിത നായർ എഴുതിയ 21 പേജുള്ള കത്ത് പിന്നീട് 26 പേജാക്കി 5 പേജ് ഗണേശൻ്റെയും അതേപോലെ പിണറായി വിജയൻ്റെയും സരിതയുടെയും ഗൂഢാലോചന പ്രകാരം എഴുതി ചേർക്കുകയായിരുന്നു. അങ്ങനെ എഴുതി ചേർത്ത 5 പേജ് ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ഉമ്മൻചാണ്ടിയെ വ്യാജ ലൈംഗിക ആരോപണ കേസിൽ കൊടുക്കുകയും 2016 ഇലക്ഷന് അത് വലിയ പ്രചരണമുണ്ടാക്കുകയും അങ്ങനെ അദ്ദേഹത്തെ അട്ടിമറിക്കുകയും ചെയ്തത്. അല്ലായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭരണമോ നഷ്ടപ്പെടുമായിരുന്നില്ല. അത്രയും പരിപാവനമായ കേരളത്തിൻ്റെ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പാവപ്പെട്ട പീഡിത വർഗത്തിൻ്റെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയ ഒരു നീതിമാനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കുത്തിവീഴ്ത്താൻ പിണറായി വിജയനും ഗണേശനും ചേർന്നിട്ടാണ് സരിത നായരെ കൊണ്ട് ഇത്തരം കഥകൾ എഴുതിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ചുക്കാൻ പിടിച്ചിട്ടുള്ള ഒരാളാണ് ADGP അജിത് കുമാർ. ADGP അജിത് കുമാർ സരിത നായരുള്ള ബന്ധം തന്നെ വരുന്നത് ക്രൈമുമായിട്ടുള്ള ഒരു കാര്യത്തിലാണ്. ക്രൈം എന്ന് പറയുന്നത് ഒരു കാരണമാണ്. സരിത നായരും ബിജു രാധാകൃഷ്ണനും മുങ്ങി നടക്കുകയും ഇവരെ പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. രശ്മി കൊലക്കേസ് സമയത്താണ് ആ സന്ദർഭം ഉണ്ടായിരുന്നത്. അതിനു മുമ്പായിട്ട് ഈ ബിജു രാധാകൃഷ്ണൻ, അതായത് സരിത നായരുടെ ഭർത്താവ് എന്ന് പറയുന്ന ബിജു രാധാകൃഷ്ണൻ തിരുവനന്തപുരം പോലീസ് കമ്മീഷണറായിരുന്ന അജിത് കുമാറിൻ്റെ പേരിൽ ഞാൻ കമ്മീഷണറാണ് എന്ന് പറഞ്ഞ് പല സ്ഥലത്തും തട്ടിപ്പ് നടത്തുന്നതായി ബോധ്യപ്പെടുകയും അജിത് കുമാറിന് തിരുവനന്തപുരം കമ്മീഷണറായി നിക്കക്കളിയില്ലാത്ത അവസ്ഥകൾ വരികയും ചെയ്തു. ബിജു രാധാകൃഷ്ണനെ പിടികൂടാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവസാനം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കിട്ടാൻ രശ്മി കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്രൈം ചെയ്ത വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ തേടി അദ്ദേഹം ക്രൈമിനെ സമീപിക്കുകയും ഞങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ ഫോട്ടോ വെച്ച് ബിജു രാധാകൃഷ്ണനെ പിടിച്ചത്. ബിജു രാധാകൃഷ്ണനും അതേപോലെ അജിത് കുമാറും നോക്കിക്കഴിഞ്ഞാൽ സമാന മുഖങ്ങളാണ് രണ്ടുപേർക്ക് ക്രിമിനൽ മുഖങ്ങളാണ് എന്നർത്ഥം. ആ ക്രിമിനൽ മുഖമുള്ള അജിത് കുമാർ പിന്നീട് ഈ ബിജു രാധാകൃഷ്ണനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സരിത നായരും ഉണ്ടായിരുന്നു. ഈ സരിത നായരെ കണ്ട് മതിഭ്രമം വന്ന ഈ അജിത് കുമാർ അതോടുകൂടി ബിജു രാധാകൃഷ്ണനെ വിട്ടയക്കുകയും പിന്നീട് സരിത നായരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. അങ്ങനെ സരിത നായരുമായിട്ടുള്ള ബന്ധം പിന്നീട് അവരുടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം അവരുടെ 21 പേജുള്ള ആദ്യത്തെ കത്തിൽ തന്നെയുണ്ട്. അതായത് ജയിലിൽ വെച്ച് കൃത്യമായി എഴുതിയ 21 പേജുള്ള കത്തിൽ MR അജിത് കുമാറുമായി ക്യാമ്പ് ഹൗസിൽ വെച്ച് പോലും സരിത നായർ ചെല്ലുക, അവിടെയെല്ലാം വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന ഒരു ആരോപണം ഈ അജിത് കുമാറിൻ്റെ പേരിലുണ്ട്. അങ്ങനെയുള്ള ഒരു ആഭാസനായ അജിത് കുമാർ പിണറായി വിജയൻ്റെ കാലത്ത് പിണറായി വിജയൻ്റെ ആസനം താങ്ങി നടക്കുകയായിരുന്നു. നമുക്കറിയാം, നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് പല മേഖലകളിലും KSU വിദ്യാർത്ഥികളും യൂത്ത് കോൺഗ്രസ്സുകാരും സമാധാനപൂർവമായ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും ലാത്തി കൊണ്ടും കല്ലുകൊണ്ടുമൊക്കെ പോലീസും ഗൺമാന്മാരും നേരിട്ടിരുന്നു. ഈ കാര്യത്തിൽ അന്ന് പിണറായി വിജയൻ പറഞ്ഞ വാക്കാണ്, ഇത് രക്ഷാദൗത്യമാണ്, ഇങ്ങനെ പ്രതിഷേധിച്ചവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രക്ഷാദൗത്യമാണ് നടത്തിയത്. അതായത് പിണറായി വിജയൻ തന്നെയാണ് ഇതിന് പ്രേരണ നൽകിയിട്ടുള്ളത് എന്നുള്ള സത്യം. ആലപ്പുഴയിൽ നടന്ന സംഭവത്തിൽ ഇതിനെതിരെ പരാതി വരികയും പരാതി അന്വേഷിച്ച് ഈ കാര്യത്തിൽ ഗവൺമെൻറ് ആലപ്പുഴ പോലീസ് SP കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിൽ ഗൺമാന്മാർ കുറ്റക്കാരാണെന്നുള്ള കൃത്യമായുള്ള വിവരമാണ് കൊടുത്തത്. എന്നാൽ ഈ റിപ്പോർട്ട് ADGP അജിത് കുമാറിൻ്റെ കൈവശം കിട്ടുകയും ക്രമസമാധാനത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്ന ADGP അജിത് കുമാറിൻ്റെ കൈ കിട്ടുകയും അത് അട്ടിമറിച്ചു എന്നുള്ളതാണ് കേസ്. അത് അട്ടിമറിച്ചു എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ
കൃത്യമായിട്ട് ഈ ഗൺമാൻമാർക്കെതിരെ കേസെടുക്കണമെന്നുള്ള റിപ്പോർട്ടായിരുന്നു ഈ പോലീസ് കൊടുത്തിരുന്നത്, ആലപ്പുഴ പോലീസ് കൊടുത്തിരുന്നത്. എന്നാൽ ഇത് SI അന്നത്തെ അന്വേഷണ ടീം കൊടുത്ത ഈ റിപ്പോർട്ട് അന്നത്തെ ADGP അജിത് കുമാർ അട്ടിമറിച്ചതിനെ തുടർന്നാണ് നടപടിയൊന്നും ഉണ്ടാകാതെ പോയത്. പിന്നീട് VD സതീശൻ ഗവൺമെൻറ് വന്നപ്പോൾ ആദ്യത്തെ ഉത്തരവ് എന്ന നിലയിൽ തൻ്റെ കുട്ടികളെ ആക്രമിച്ച പോലീസിനെ, ഗൺമാൻമാരെ കൃത്യമായി നിയമത്തിന് നടപടിയിൽ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് കൃത്യമായി തന്നെ പ്രവർത്തിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയമിച്ചു. ആലപ്പുഴ ഇപ്പോഴത്തെ MLA ആയ തോമസ് അന്ന് അടികൊണ്ട ആളായിരുന്നു. 2 പേർക്കായിരുന്നു ക്രൂരമായ അടികൊണ്ടത്. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള വീഡിയോ ആണ്. പരസ്യമായി ഗൺമാൻമാർ ഇറങ്ങി വന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള കറുത്ത കൊടി കാണിച്ചതിൻ്റെ പേരിൽ മാത്രം ക്രൂരമായി മർദ്ദിച്ച ആ ഗൺമാൻമാരുടെ വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്രയും ക്രൂരത ഒരാളും കാണിക്കാൻ പാടില്ലാത്തതാണ്. യഥാർത്ഥത്തിൽ ഗൺമാൻമാർക്ക് ഇറങ്ങാനോ ഇവരെ അടിക്കാനോ യാതൊരു അധികാരവുമില്ല. പോലീസ് അവിടെ ഉണ്ടായിരിക്കെ പോലീസിൻ്റെ അധികാരമാണ്. അവിടെ പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിൽക്കുമ്പോൾ ഗൺമാൻമാർ കാറിൽ നിന്ന് ഇറങ്ങുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു. എന്നിട്ട് പിന്നീട് അതിന് മുന്നേ ഇവർ പിണറായി വിജയൻ്റെ ഗൺമാൻമാരാണ്. യഥാർത്ഥത്തിൽ ആ കാറിൽ നിന്ന് ഇറങ്ങാനേ പാടില്ല. പിണറായി വിജയന് സംരക്ഷണം കൊടുക്കുക, തോക്കുപയോഗിച്ചുള്ള എന്തെങ്കിലും ഒരു അക്രമം വരികയാണെങ്കിൽ നേരിടുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് പബ്ലിക് റോഡിൽ ഇറങ്ങി പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്ന തോമസിനെയും അനിൽകുമാറിനെയും ഏതൊക്കെ IC നേതാക്കൾ ഇവർ 2 പേരെയും ക്രൂരമായി മർദ്ദിച്ചത്. കാലം മാറി. UDF എന്ത് ചെയ്തു? ആലപ്പുഴ സീറ്റ് തോമസിന് കൊടുത്തു. തോമസ് അവിടുന്ന് മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇപ്പോൾ VD സതീശൻ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം ചെയ്ത ആദ്യത്തെ ഉത്തരവ് എന്ന് പറയുന്നത് ഈ രക്ഷാദൗത്യത്തിനെതിരെയുള്ള ഉത്തരവായിരുന്നു. അതിൽ കൃത്യമായ അന്വേഷണം നടന്നപ്പോൾ ADGP അജിത് കുമാറാണ് അന്നത്തെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചതായി കണ്ടെത്തുകയും അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കണമെന്നുള്ള റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം DGP ആകാനുള്ള 30-ാം തീയതിയുള്ളിൽ DGP ആകാനുള്ള ഒരു സന്ദർഭത്തിലാണ്, 30-ാം തീയതി ഓർഡർ ഇടാൻ പോകുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് വലിയ ദുരന്തമുണ്ടായിരിക്കുന്നത്. കാരണം വിനാശകാലേ വിപരീത ബുദ്ധി എന്ന പോലെ ഇങ്ങനെ പാർഷ്യാലിറ്റി കാണിച്ച് ഏതെങ്കിലും ഭരണകർത്താക്കൾക്ക് വേണ്ടി ആസനം താങ്ങി പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടികൾ കൂടി പ്രതീക്ഷിക്കണം. ഇത് പോലീസ് ഓഫീസർമാർ കാണേണ്ടതാണ്. നിഷ്പക്ഷരായിട്ടാണ് പ്രവർത്തിക്കേണ്ട ആര്? പോലീസ് ഓഫീസർമാരും കോടതികളുമെല്ലാം. കോടതിയും പോലീസും നിഷ്പക്ഷരായി പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല എന്ന് കരുതേണ്ടി വരും. ആര് ഭരിച്ചാലെന്ത്, ഭരിച്ചില്ലെങ്കിൽ എന്ത്? സത്യത്തിൻ്റെ കൂടെയാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കേണ്ടത്. എന്നാൽ ഇവിടെ പക്ഷപാതപരമായി ഏത് കേസ് അന്വേഷണ റിപ്പോർട്ടും അട്ടിമറിക്കാൻ കഴിവുള്ളവരാണ് ഇത്തരത്തിലുള്ള ADGPമാരെന്ന് തെളിയിക്കുന്നൊരു കാര്യമാണ് ഈ സംഭവം. എല്ലാ പോലീസ് ഓഫീസർമാരും അങ്ങനെയുള്ള ആളുകളെന്നാണെന്നല്ല. ADGP അജിത് കുമാർ എന്ന് പറയുന്ന ആഭാസനായ പെൺപിടിയനായ ആൾക്ക് തൻ്റെ അധികാരം ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും അട്ടിമറിക്കാൻ പറ്റും കേസ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊരു പാഠമാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിർബന്ധമായി നീതിപൂർവ്വം പ്രവർത്തിക്കണമെന്നുള്ളത്. നമുക്കറിയാം ഈ ADGP അജിത് കുമാറിനെ കുറിച്ചുള്ള പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പാലക്കാട് വെച്ച് HRDSൻ്റെ ഓഫീസിൽ കയറി സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം നടന്നു. അവിടെ ആദ്യം ഇടനിലക്കാരെ പറഞ്ഞേച്ച് പിണറായി വിജയനെതിരെയുള്ള എല്ലാ രേഖകളും വേണം ഇത് ഭീഷണിപ്പെടുത്തി. എന്നാൽ അതിനൊന്നും സ്വപ്ന സുരേഷ് തയ്യാറായില്ല. അതിനുശേഷം ജോലി കൊടുത്ത HRDS സ്ഥാപകൻ അജയ് കൃഷ്ണയ്ക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലടച്ചു. അതിനുശേഷം നമുക്കറിയാം ഹൊസബുള്ളയുമായി പ്ലാൻ ചെയ്ത് RSS നേതാവായി, അതായത് ഹൊസബുള്ളയുമായി പ്ലാൻ ചെയ്ത് തൃശ്ശൂരിൽ പൂരം അട്ടിമറിക്കുകയും പോലീസിനെ ഉപയോഗിച്ച് അവിടെ ഭയങ്കര കലാപമുണ്ടാക്കുകയും പൂരം അട്ടിമറിക്കുകയും അതുവഴി സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പുവരുത്താൻ പ്ലാൻ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് അജിത് കുമാറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ അജിത് കുമാർ എന്ന് പറഞ്ഞാൽ പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമാണ്. ആ അപമാനമാണെന്ന് മാത്രമല്ല, അത്തരം വിഴുപ്പ് പാണ്ഡത്തെ പോലീസ് സേനയിൽ നിർത്തിക്കഴിഞ്ഞാൽ ആ പോലീസ് സേന തന്നെ നാറും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് VD സതീശൻ്റെ ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് തീർച്ചയായും സ്വാഗതാർഹമായ കാര്യമാണ്. ഇങ്ങനെയുള്ള പോലീസ് ഓഫീസർമാർ കാണിക്കുന്ന പക്ഷപാതരഹിതമായ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് MR അജിത് കുമാറിൻ്റെ പേരിലെടുത്ത ഈ ഉത്തരവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരിക്കും സസ്പെൻഷൻ പോരാ, അദ്ദേഹത്തെ പുറത്താക്കുകയാണ് വേണ്ടത്. പോലീസ് സേനയിൽ കർശനമായ നടപടികളാണ് വേണ്ടത്. അത്രയും ആഭാസനായ ഒരു വ്യക്തിയാണ് ഈ അജിത് കുമാർ.
ഒരു പോലീസ് സേനയിൽ എല്ലാവർക്കും മാതൃകയായിരിക്കേണ്ട ആളുകളാണ് ADGP അജിത് കുമാർ. ഇദ്ദേഹം DGP ആയിക്കഴിഞ്ഞാൽ എന്തുമാത്രം തട്ടിപ്പുകൾ നടത്തും. പോലീസ് സേനയിൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുന്ന സമയത്താണ് തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിയ സരിതാ നായരോട് ഇങ്ങനെ കാട്ടിയതെങ്കിൽ എത്ര പെൺകുട്ടികളെ ഇദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ടാവണം. നമുക്ക് പറയാൻ പറ്റുന്നതല്ല. പോലീസിനെ പേടിച്ച് പ്രതികളായി വരുന്ന ആളുകൾ പോലും വഴങ്ങിക്കൊടുക്കുന്ന പരിപാടികൾ പലതും എൻ്റെ അടുത്ത് മുന്നിലുണ്ട്. ഈ അജിത് കുമാറിനെ പോലെയുള്ള പോലീസ് ഓഫീസർമാർ ഇത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് സ്ത്രീകൾക്കൊക്കെ പോലീസ് സേനയിൽ രക്ഷയുണ്ടാവുക? ഒരു സൗന്ദര്യയായ ഒരു പെൺകുട്ടി ഒരു പരാതിയുമായി ഈ പോലീസ് ഓഫീസർമാരുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ അത് അവർ ഏത് വിധേയനെയാണെങ്കിൽ അവരെ വലയിൽ വീഴ്ത്തിയോ ഭീഷണിപ്പെടുത്തിയോ എങ്ങനെയാലും ലൈംഗികമായി ഉപയോഗിക്കുന്ന രീതികൾ പല കാര്യങ്ങളും എൻ്റെ മുന്നിലുണ്ട്. ഞാൻ പലരുടെയും പേരിപ്പോൾ പുറത്തുവിടുന്നില്ല. ആവശ്യമുള്ള സമയത്ത് പുറത്തുവിടാം. നന്ദി, നമസ്കാരം.